നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം പുറന്തള്ളാനും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കാനും വൃക്ക നിർവഹിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ധർമ്മമാണ്. അത്രമാത്രം ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്ന അവയവമാണ് വൃക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൃക്കകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം പുറന്തള്ളാനും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കാനും വൃക്ക നിർവഹിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ധർമ്മമാണ് വൃക്ക നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നത്. ഏകദേശം 150 ലിറ്ററിലധികം രക്തം ഒരു ദിവസം നമ്മുടെ കിഡ്നി അരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത്രമാത്രം ഒരു ഫങ്ഷൻ നിർവഹിക്കുന്ന വലിയ ഒരു അവയവം, എന്നാൽ ചെറിയതായിട്ട് നമുക്കുള്ളൊരു നമ്മുടെ ശരീരത്തിൻ്റെ നട്ടലിൻ്റെ ഇരുവശത്തും ഉള്ളൊരു അവയവമാണ് വൃക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൃക്കകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ്. വൃക്കയുടെ ഫംഗ്ഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒട്ടനവധി ഫംഗ്ഷൻ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ രക്തത്തിൻ്റെ കോശങ്ങൾ, എറിത്രോപോയറ്റിൻ പോലെയുള്ള കോശങ്ങളെ നിർമ്മിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ സോഡിയം പൊട്ടാസ്യം ബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെയൊക്കെ അളവിനെ നിയന്ത്രിക്കുക, ഇങ്ങനെ ഒട്ടനവധി ഫങ്ഷൻസ് നമ്മുടെ കിഡ്നി നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പറായി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ധർമ്മമാണ്. നമ്മൾ ഈ കിഡ്നിക്ക് ഏറ്റവും ഭാരം കൊടുക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. കിഡ്നി രോഗങ്ങൾ ഇന്ന് വളരെയധികം കൂടി വരാനുള്ള സാഹചര്യം നമ്മുടെ ജീവിതശൈലിയുടെ മാറ്റങ്ങളും നമ്മുടെ ഓട്ടത്തിൻ്റെ ഇടക്ക് നമുക്ക് വെള്ളം കുടിക്കാനോ മൂത്രം ഒഴിക്കാനോ ഒന്നും ഇന്ന് പല ആളുകളിലും സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഒരു വൃക്ക രോഗം വരാനോ അല്ലെങ്കിൽ ഒരു ഡയാലിസിസിലേക്ക് പോകാനോ അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോകാനോ ചിലവ് കൂടിയ ഇത്തരം ചികിത്സാ മാർഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നമ്മുടെ സമൂഹത്തിലുണ്ട്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് സെൻ്ററുകളൊക്കെ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ദൂര ദിക്കുകളിൽ പോയി ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഡയാലിസിസ് സെൻ്ററുകൾ പുതിയതായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കാരണം എന്താ? തുറന്നുകൊണ്ടിരിക്കാനുള്ള കാരണം കൂടുതലായിട്ട് വൃക്ക രോഗികൾ കൂടി വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു 30 വയസ്സുള്ള ഒരു ആൾ, അദ്ദേഹത്തിന് തലവേദനയായിട്ടാണ് ക്ലിനിക്കിൽ വന്നിട്ടുള്ളത്. ശക്തമായിട്ടുള്ള തലവേദനയാണ്, ഡോക്ടറെ എന്താണ് കാരണം എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ ഡോക്ടർമാരെ കാണിച്ചു, തലവേദനയുടെ മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ കുറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ അവരുടെ എല്ലാ ടെസ്റ്റുകളും അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു വന്നു. അവരുടെ ഒരു പ്രഷർ നോക്കി. അവരുടെ പ്രഷർ നോക്കിയ സമയത്ത് ആ 30 വയസ്സുള്ള ആളുടെ ഒരു പ്രഷർ 160/100 വളരെയധികം കൂടിയൊരവസ്ഥ. ആ പ്രായത്തിലൊന്നും അത്ര ഒരു BP വരേണ്ട സാഹചര്യമില്ല. അപ്പോൾ പല കാര്യങ്ങൾ ചോദിച്ചു. അവരുടെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ, ഭക്ഷണ രീതികൾ. അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഇറഗുലർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. അവരൊരു ജ്യൂസ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ആ ജ്യൂസ് ഷോപ്പിൽ അവർ വൈകുന്നേരം ഒരു 6 മണി തൊട്ട് രാത്രി 12-1 മണി വരെയൊക്കെ അവർ ആ ജ്യൂസ് ഷോപ്പിൽ വർക്ക് ചെയ്യും. ഉറക്കമില്ല, ഭക്ഷണം ശരിയാവുന്നില്ല. ഇതൊക്കെ ആയിരിക്കാം BPയുടെ കാരണം എന്നാണ് ഞാൻ ആദ്യം നനച്ചത്. എങ്കിലും നമുക്ക് അവരുടെ ഒരു രക്തപരിശോധന നടത്താം, ഇതിലെന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കൊളസ്ട്രോൾ ലെവൽ, അതുപോലെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്താണ് അറിയുന്നത് അവരുടെ ക്രിയാറ്റിൻ ലെവൽ ഒരു 4 ആയിരുന്നു. അവർ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല, മറ്റു ലക്ഷണങ്ങളൊന്നും അവർക്ക് ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്രിയാറ്റിൻ 4 ആയപ്പോഴത്തന്നെ അവർക്ക് കിഡ്നിക്ക് എന്തോ കാര്യമായിട്ടുള്ളൊരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കുകയും അവരുടെ ഒരു സ്കാനിങ് എടുക്കുകയും അപ്പോഴേക്കും അവർക്ക് കിഡ്നിക്ക് ചില കിഡ്നി ഡിസീസിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കുകയും അത് ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ വളരെ യങ് ഏജിൽ ഉണ്ടായ ആ ഒരു അവസ്ഥ ഇപ്പോൾ ആ രോഗി ഒരു ഡയാലിസിസിന് വിധേയമായിട്ട് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അവരുടെ ഒരു ജീവിതശൈലിയിലുണ്ടായ വ്യത്യാസങ്ങൾ, പിന്നെ ഇവർ ജ്യൂസ് ഷോപ്പിൽ നിൽക്കുമ്പോൾ ഈ ജ്യൂസ് ഷോപ്പിൽ ഇവർ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് സാധാരണ ഫ്രൂട്ട് പൾപ്പുകൾക്ക് പകരം ഒറിജിനൽ ഫ്രൂട്ടുകൾക്ക് പകരം ഫ്രൂട്ടിൻ്റെ എസെൻസ് ആയിരുന്നു അവർ ആഡ് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞത്. ഈ എസെൻസ് ആഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചവിടെ ബാക്കി വരും. അപ്പോൾ അതിൽ അമിതമായിട്ടുള്ള മധുരമുണ്ട്, അമിതമായിട്ടുള്ള പഞ്ചസാരയുണ്ട്, അതുപോലെ തന്നെ ഈ കെമിക്കലി ഫ്രൂട്ട്സിൽ ഇടുന്ന പൊടികളാണ് അവർ സാധാരണ ഇടുന്നത്.
അപ്പോൾ അത് ഇവർ ബാക്കി വരുന്നതൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമായിരുന്നു. അവരുടെ ദാഹം തീർക്കാനും ഒക്കെ ചായയും മറ്റൊക്കെ കുടിക്കുന്നതിന് പകരം ഇവർ ഈ ജ്യൂസ് ആയിരുന്നു സ്ഥിരമായിട്ട് കുടിച്ചിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു 7-8 വർഷത്തോളം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൻ്റെ ഒരു സമ്പാദ്യമായിട്ടും അവരുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും അവരുടെ ഇത്തരം ജ്യൂസുകളുടെ അമിത ഉപയോഗമൊക്കെ അവരൊരു വളരെ ചെറുപ്പത്തിൽ തന്നെ കിഡ്നി രോഗിയാക്കി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ ഇത്തരം ചേഞ്ചുകൾ തന്നെയാണ് നമ്മുടെ കിഡ്നി രോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇത്രയധികം കൂടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അമിതമായിട്ട് ഉപ്പിൻ്റെ ഉപയോഗം, ഇപ്പോൾ ഇന്ന് ഉപ്പ് വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, അതുപോലെ തന്നെ അമിത മരുന്നുകളുടെ ഉപയോഗം. ഇപ്പോൾ പാരസെറ്റമോൾ അടക്കമുള്ള പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള പല മരുന്നുകളും ഇന്ന് ഓവർ ദ കൗണ്ടറായിട്ടും പുറത്തുനിന്നായിട്ടും ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്ക് നമുക്കതൊന്ന് ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റാലോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്താലോ അല്ലെങ്കിൽ ചെറിയ ചുക്കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കഴിച്ചാലോ ഒക്കെ കുറയുന്നതായിരിക്കാം. പക്ഷേ അതിന് പോലും ഇന്ന് പലപ്പോഴും വേദന ഗുളികകളും അതുപോലത്തെയുള്ള മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം പല ആളുകളെയും ഇന്ന് കിഡ്നി രോഗികളാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് ഇപ്പോൾ തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ വേദന വരുമ്പോൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ സമയത്തുണ്ടാകുന്ന വേദന വരുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു നീർവീഴ്ച വരുമ്പോഴേക്ക് പെയിൻ കില്ലേഴ്സും അതുപോലെയുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം നമ്മൾ കുറച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇതിലും കൂടുതൽ കിഡ്നി രോഗികൾ നമ്മുടെ സമൂഹത്തിൽ കൂടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരം കാരണങ്ങളെല്ലാം കിഡ്നി രോഗത്തിലേക്ക് വഴിവെക്കാം. ഈ കിഡ്നി രോഗത്തിലേക്ക് നമ്മൾ വഴിവെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ തടുത്ത് നിർത്താം. അപ്പോൾ നമ്മൾ ഇത് വരുന്ന കാരണങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഉപ്പ് നമ്മൾ പറഞ്ഞു, ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ കുറക്കണം. അതുപോലെ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ നമ്മൾ ശരിയായിട്ടില്ലാത്ത ജീവിത ശൈലികൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പും മെഴുക്കും കഴിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗം, വ്യായാമമില്ലാത്ത അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, അമിതമായിട്ടുള്ള സമ്മർദ്ദം, ഇതെല്ലാം നമ്മുടെ രക്തസമ്മർദ്ദം കൂട്ടുകയും കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കുകയും ആ ഓവർലോഡ് കാരണം കിഡ്നി ഡാമേജ് ആവുകയും ആ കിഡ്നി ഡാമേജ് ആവുന്നത് മൂലം പിന്നെ ഭാവിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്കോ ഡയാലിസിസിലേക്കോ അല്ലെങ്കിൽ ഒരു കിഡ്നി രോഗിയായി മാറുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാരണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. പിന്നീട് ഞാൻ പറഞ്ഞതിൽ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ, കിഡ്നി രോഗം വരാതിരിക്കാൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഇതിൽ അലീസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ അലീസിൻ നല്ലൊരു ആൽക്കലോയിഡാണ്. അത് നമ്മുടെ രക്തകോശങ്ങളെ ശുദ്ധിയാക്കാനും രക്തത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പുകളെ ഒഴിവാക്കാനും അതുപോലെ തന്നെ കിഡ്നിക്ക് ഓവർ ഫങ്ഷനിങ് വരാതിരിക്കാനും കിഡ്നിയെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏറ്റവും നല്ല ഫുഡാണ് നമ്മുടെ അലീസിൻ എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ അലിയം സറ്റേവ എന്ന് പറയുന്ന നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത്. നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് ധാരാളം സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ്. കറികളിലൊക്കെ നമ്മൾ ഉണ്ടാവുമ്പോൾ അത് പലപ്പോഴും അതിനെ മാത്രം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എടുത്തു കളയാണ് പല ആളുകളും ചെയ്യാറുള്ളത്. അത് കറികളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ജിഞ്ചർ വളരെ നല്ലൊരു ആൽക്കലോയിഡാണ്, നല്ലൊരു ഡയൂററ്റിക്കാണ്. നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന കെട്ടിക്കിടക്കുന്ന മൂത്രത്തെയൊക്കെ പുറത്ത് കളയാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസൊക്കെ വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാവുന്നതും കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ തണ്ണിമത്തൻ, ധാരാളം ഫൈബർ ഉണ്ട്, ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട്, ധാരാളം പൊട്ടാസ്യം അടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നിയൊക്കെ പ്യൂരിഫൈ ചെയ്യാനും ബ്ലഡ് പ്രഷറൊക്കെ കുറക്കാനും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണം കൂടിയാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ഈ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ദഹന പ്രക്രിയ വളരെ കൃത്യമായാൽ തന്നെ ഒരുവിധം അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയയെ വളരെ ക്ലിയർ ആക്കിയിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രൊക്കോളി, അതുപോലെ ക്യാബേജ് പോലത്തെ ഭക്ഷണങ്ങൾ. ഇതും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷണങ്ങളാണ്. പിന്നീട് നമുക്ക് ഏറ്റവും നല്ല ഒരു ആൻറ്റി ഓക്സിഡൻസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബെറി പഴങ്ങളാണ്. സാധാരണ നമുക്കിവിടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലത്തെ ബെറി പഴങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ
ഒരു പരിധിവരെ കിഡ്നിക്ക് നീര് വരുന്നതും കിഡ്നിക്ക് ഇൻഫ്ലമേഷൻസ് വരുന്നതും നീർക്കെട്ട് വരുന്നതും ഒക്കെ നമുക്ക് തടയാനും അതൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. പിന്നീട് ഒന്നാണ് നമ്മുടെ കരിക്ക്, ടെൻഡർ കോക്കനട്ട് എന്ന് പറയുന്നത്. ഈ ടെൻഡർ കോക്കനട്ട് നമുക്ക് വളരെയധികം കിഡ്നിയിൽ നിന്ന് ഡയൂററ്റിക് ആയിട്ടും മൂത്രമൊഴിച്ച് കളയാനും അതുപോലെ കിഡ്നിയുടെ ക്ലീൻ ആക്കാനും ധാരാളം പൊട്ടാസ്യം മിനറൽസ് ഒക്കെ ഉള്ള ഒരു പദാർത്ഥം കൂടിയാണ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇത്തരം കിഡ്നിയെ പ്യൂരിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കാവുന്ന ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം അറിയാം, ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അടുത്ത് പോകണ്ട എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പറയാറുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു നാച്ചുറലായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഫൈബേഴ്സ് ഉണ്ട്, ധാരാളം മിനറൽസ് ഉണ്ട്. അതുപോലെ ദഹന പ്രക്രിയ സുഗമമാക്കും, നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻസിനെ സ്മൂത്ത് ആക്കും. അതുപോലെ പിത്താശയത്തിൽ നമ്മുടെ പിത്തത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ നമുക്ക് ധാരാളം ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് കിഡ്നിയെ ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്നാണ് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. ഒലീവ് ഓയിലും ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ സാലഡുകളിലൊക്കെ നമുക്ക് ജസ്റ്റ് സാലഡ് കട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ജസ്റ്റ് ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിന് മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അമിതമായിട്ട് അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒലീവ് ഓയിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഈ കിഡ്നിയെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊന്നാണ്. ഇത്തരം ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മഞ്ഞൾ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് ക്യുർക്യുമിനുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ക്യാൻസറസ് ആണ്, ആൻറ്റി ഡയബറ്റിക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കിഡ്നിയൊക്കെ പ്യൂരിഫൈ ചെയ്യാനും കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താനും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് മഞ്ഞളിൻ്റെ ഭക്ഷണങ്ങളും. അതുപോലെ നമ്മൾ കറികളിലൊക്കെ മഞ്ഞൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന പദാർത്ഥങ്ങളാണ് നമ്മുടെ നാട്ടിൽ. പല ആളുകളും ഇത് കഴിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം കാര്യങ്ങളോടൊക്കെ ഒരു വിമുഖതയാണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ കിഡ്നി രോഗങ്ങൾ വരുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഈ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം തന്നെ വളരെ വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോൾ പിക്കിൾസ്, പല ആളുകളും കൂടുതലായിട്ട് അച്ചാറിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ അച്ചാറിലിടുന്ന ആസിഡ്സ് വളരെയധികം നമുക്ക് ദോഷം ചെയ്യാം. അതുപോലെ തന്നെ അച്ചാർ കേടാവാതിരിക്കാൻ അതിൽ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ്, പിന്നീട് നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡിൽ ചേർക്കുന്ന പല കളറുകൾ പ്രിസർവേറ്റീവ്സ്, അതുപോലെ ഷുഗർ എന്ന പേരിൽ പറയപ്പെടുന്ന പല രീതിയിൽ മാൾട്ടോഡെക്സിൻ പോലെയുള്ള പല പേരിൽ അറിയപ്പെടുന്ന അമിത ഷുഗറിൻ്റെ ഒക്കെ ഉപയോഗമൊക്കെ കിഡ്നിയെ ഓവർ ഡാമേജിലേക്ക് വരുത്താനും കിഡ്നി രോഗങ്ങൾ വരുത്താനുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ജീവിതശൈലി ക്രമീകരണവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ പരിഹാരം കണ്ടെത്താനും അതിനെ നമുക്ക് പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു രോഗം വന്നിട്ട് ട്രീറ്റ്മെൻറ്റോ ഡയാലിസിസോ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ വരാതെ നമ്മുടെ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും ക്രമീകരിച്ച് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കുവെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താഴെ വാട്സപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.